കണ്ണൂർ പയ്യന്നൂരിന് പിന്നാലെ തിരുവനന്തപുരത്തും രക്തസാക്ഷി ഫണ്ട് വിവാദം CPIM-നെ പ്രതിരോധത്തിലാക്കുകയാണ്. 2008 ഏപ്രിൽ 1-ന് തിരുവനന്തപുരത്തെ പാസ്പോർട്ട് ഓഫീസിന് മുമ്പിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ സഹോദരൻ പാർട്ടിക്ക് എതിരെ നിലപാടെടുക്കുന്നു. അന്ന് വഞ്ചൂർ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ടി രവീന്ദ്രൻ നായർ 5 കോടി രൂപ വകമാറ്റിയിട്ടുണ്ട്. അല്ല, 5 ലക്ഷം രൂപ വകമാറ്റി. അതെ. അന്ന് പാർട്ടി ഫണ്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും അതിന് എതിർത്തതാണ്, വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ഔദ്യോഗിക പാർട്ടി ആവണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് നേതാക്കന്മാരെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ സമ്മതിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപ അമ്മയുടെ പേരിലേക്ക് കൊടുക്കുകയും ബാക്കി 5 ലക്ഷം രൂപ പാർട്ടി അക്കൗണ്ടിലേക്ക് സൂക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ രവീന്ദ്രനാണ്. ശരിക്കും പറഞ്ഞാൽ രവീന്ദ്രൻ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആ കാശ് അവിടെ നിന്ന് വലിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിയുന്നത് കഴിഞ്ഞൊരു 2 വർഷത്തിന് മുമ്പെയാണ്. അപ്പോൾ അത്രയും വർഷത്തെ പലിശ തന്നെ എത്ര രൂപയാവും എന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെ ആ പൈസ എടുത്തിട്ട് പോയി അറിഞ്ഞ് ഈ അടുത്തായിട്ട് ജീവനക്കാർ പറഞ്ഞതും പ്രകാരം നമ്മളത് അന്വേഷിച്ചപ്പോഴത്തേക്കും അത് വാസ്തവമാണെന്ന് ബോധ്യപ്പെടുകയും അതുപോലെ അത് പാർട്ടി ഘടകങ്ങളിൽ ഉപരി കമ്മിറ്റികളിൽ അത് ചർച്ചയാവുകയും അത് വിശദമായ അന്വേഷണം വന്നപ്പോൾ അയാളത് അംഗീകരിച്ച് എടുത്തു എന്ന് പറയുകയും ചെയ്തു. അപ്പം അതിന് പ്രകാരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനവും ഏരിയ കമ്മിറ്റി മെമ്പർ സ്ഥാനവും ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് മാത്രം നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോൾ അത് പോരാ. സാധാരണഗതിയിൽ ഏത് പ്രസ്ഥാനമാണെങ്കിലും രക്തസാക്ഷി ഫണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് സാധാരണഗതിയിൽ അത് തുടരണമെങ്കിൽ പിന്നെ അയാൾ ആ പ്രസ്ഥാനത്തിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് പോരാ, അതിന് കൂടുതൽ നടപടി വേണമെന്ന് പറഞ്ഞ് പരാതി നമ്മുടെ കുടുംബക്കാർ വീട്ടിൽ നിന്ന് പരാതി കൊടുത്തു. ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിക്കൊക്കെ പരാതി കൊടുത്തതാണ്. പക്ഷേ അത് നിലനിൽക്കെ തന്നെ നമ്മുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാക്കാനും അതല്ലെങ്കിൽ അതിന് ശേഷം ഏരിയ കമ്മിറ്റി മെമ്പറാക്കാനും ഒക്കെ തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി നേരിട്ടിടപെട്ട് ശ്രമിച്ചു. പക്ഷേ പ്രാദേശികമായിട്ട് പാർട്ടി പ്രവർത്തകരെല്ലാവരും അതിനെതിരായതുകൊണ്ട് പിന്നീട് CITU ജില്ലാ സെക്രട്ടറി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനം വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ CITUവിൻ്റെ സെക്രട്ടറി ആക്കിക്കൊണ്ട് ഈ നമ്മുടെ ഇവിടുത്തെ മന്ത്രി ഇടപെട്ട് സെക്രട്ടറി ആക്കി. ശിവൻകുട്ടിക്ക് എന്താണ് ഇതിനകത്ത് ഇത്ര അദ്ദേഹത്തോട് താല്പര്യം? അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ശിവൻകുട്ടി മിനിസ്റ്ററിൻ്റെ കൂടെ 14 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ട്രെയിൻഡായിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അയാളെ എക്സസൈസ് ചെയ്യിപ്പിക്കാനും അതുപോലെ നടത്തിക്കാനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ്. അതുപോലെ കൊടിയേരി സഖാവിൻ്റെ കൂടെ 10 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ പേഴ്സണലി ഞാനത് പറയാൻ കാരണം പേഴ്സണലി എനിക്ക് ഇവരെല്ലാവരെയും അറിയാവുന്നതാണ്. പക്ഷേ അത് പോട്ടെ, ഇപ്പോൾ ഒരു രക്തസാക്ഷി കുടുംബമല്ലേ, അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആൾക്കാരുടെ അടുത്തൊരു വിഷമം ഉണ്ടാവാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും എന്ത് പേഴ്സണൽ ബന്ധം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ കമ്മിറ്റിയിൽ കൊണ്ടുവരാനും അതുപോലെ ജില്ലാ സെക്രട്ടറി ആക്കാനും ശ്രമിച്ചത് എന്ത് ചേതോപകാരമാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം അതിനുള്ള ഒരു പ്രതിഷേധം കാരണം പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിടുവാണോ താങ്കൾ? അതെ, ഇതിപ്പോൾ തന്നെ പറയാൻ കാരണം ഈ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ ഒരു പ്രസ്താവനയും ആ വിഷയമൊക്കെ രൂക്ഷമായി വന്നപ്പോൾ ഇനിയെങ്കിലും നമ്മളത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ 85-ൽ ഞാൻ SMB സ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് MS പ്രസാദിൻ്റെയും ജോസിൻ്റെയൊക്കെ രക്തസാക്ഷി ദിനാചരണം നടക്കുമ്പോഴത്തേക്കും കേരളം മൊത്തം ഇതുപോലെ എൻ്റെ പേര് പറഞ്ഞ് ആചരിക്കുന്ന ദിവസങ്ങൾ എന്നായിരിക്കുമെന്ന് ആഗ്രഹപ്പെട്ട് നടന്ന ഒരു അത്തരത്തിൽ ആഴത്തിൽ ബന്ധമുള്ളൊരു പാർട്ടി പ്രവർത്തനമാണ്. അതിന് പകരം പാവം എൻ്റെ അനുജനാണ് രക്തസാക്ഷിയായത്. അപ്പോൾ അമ്മാതിരി പാർട്ടിയോട് വിധേയത്തോട് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. മൊത്തം പേരും 5 പാർട്ടി മെമ്പർഷിപ്പ് 85-ലുണ്ടെന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടേക്കാൾ കൂടുതൽ ഇത്രയും അമിതമായ പ്രാധാന്യം അയാൾക്ക് കൊടുക്കുകയും അത് പുറം ലോകം അറിയാതെ പോവുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് ഇപ്പോഴെങ്കിലും പറയണം തോന്നിയത്. ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ ആനുകൂല്യങ്ങളൊന്നും വേണ്ട. ഇപ്പം പിന്നെ ചേട്ടൻ ഏത് ബ്രാഞ്ചിലാണ് ഉള്ളത്? എന്താ ഘടകം? പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ B4 ബ്രാഞ്ചിലെ മെമ്പറാണ്. അപ്പോൾ ഞാൻ ഇവിടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിലെ കോച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ കരാട്ടെ കോച്ചാണ്. 10 വർഷം ആകുമ്പോഴത്തേക്കും ഇവിടെ പെർമനൻ്റ് ആക്കുന്നതാണ് ഇവിടുത്തെ രീതി. ആ 10 വർഷം ആയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പുറത്താക്കിയ പുതിയ പ്രസിഡന്റ് വന്ന് ഷറഫലി വന്ന് പുറത്താക്കിയ ഏകദേശം 70 കോച്ചസിൽ ഞാൻ പെട്ടു. അല്ല, 64-66ഓളം കോച്ചസിനെ തിരിച്ചെടുത്തു. ആ തിരിച്ചെടുക്കാത്തൊരു കോച്ച് ഞാനാണ്. എല്ലാ വർഷവും ഇതിനകത്ത് മെറിറ്റിൽ നമ്മുടെ നാഷണൽ ഫെഡറേഷൻ മെമ്പർഷിപ്പ് മെഡലടക്കമുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ടും അതും പുറത്തായിരിക്കും. അതിന് നമുക്ക് പരാതിയൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ എന്താ പാർട്ടി അംഗത്വം വിടുക? പാർട്ടി മെമ്പർഷിപ്പ് എനിക്ക് ഇനിയിപ്പോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകണമെങ്കിൽ അതിനകത്ത് തുടരാൻ താല്പര്യമില്ല. പക്ഷേ അതിന് ഞാൻ വിടേണ്ടി വരില്ല. അതിന് മുമ്പേ തന്നെ ഇപ്പം നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ നടപടിയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. വീട്ടിലെ അവസ്ഥ എന്താണ് ബാക്കി കൊല്ലപ്പെട്ടതിന് ശേഷമൊക്കെ ഉള്ള? അതല്ല, എല്ലാ പേർക്കും ഒരാൾ നഷ്ടപ്പെടുമ്പോഴല്ലേ ആ നഷ്ടം അറിയാൻ പറ്റത്തുള്ളൂ. പുറത്ത് ഉള്ള ആർക്കും അതിൻ്റെ ഒരു വേദനയും
അത് വിഷമമൊന്നും മനസ്സിലാകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും മാനസികമായി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഓരോ പ്രാവശ്യവും ഇയാളെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് കാണുമ്പോഴും അതുപോലെ അയാൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതെല്ലാം എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. അമ്മയ്ക്കൊക്കെ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അമ്മയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ അമ്മയായിരുന്നു. അന്നത്തെ കാലത്ത് പാർട്ടി എല്ലാ പ്രവർത്തനം ഞങ്ങളുടെ കൂടെ പോലുള്ള എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് അമ്മയുടെ ആഹാരം കഴിച്ച് പോകുന്നവരാണ് മിക്കവാറും എല്ലാവരും. ഈ ഫണ്ട് തിരിമറിയിൽ ശിവൻകുട്ടി സഖാവിനൊന്നും അറിയാനൊരു സാധ്യത വല്ലതും കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ലില്ല, അതല്ല. പക്ഷേ അയാളെ സംരക്ഷിക്കുന്നത് അദ്ദേഹമാണല്ലോ. അതിനകത്തൊന്നും വേറെ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവില്ല. അതാ പറഞ്ഞത്, ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല അദ്ദേഹത്തെ അങ്ങനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും നമുക്കറിയാവുന്ന കാര്യവും അദ്ദേഹം തന്നെയാണ് എല്ലായിടത്തും പേര് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ. അതാണ് പാർട്ടി രക്തസാക്ഷി ഫണ്ട് തിരിമറി നടത്തിയ ആളെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തിരുവനന്തപുരത്ത് മന്ത്രി കൂടിയായ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാവുകയും അദ്ദേഹത്തെ നേതൃസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടി രാജിവെക്കാനാണ് ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും വിവാദങ്ങൾ, രക്തസാക്ഷി വിവാദങ്ങൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.